Publicity and propaganda. Publicity and propaganda കോപ്പറേറ്റീവ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, കോപ്പറേറ്റീവ് യൂണിയൻസ് പബ്ലിഷ് ചെയ്യുന്ന മന്ത്ലി ഉള്ള ജേണൽസ്, കേരള കോപ്പറേറ്റീവ് ജേണൽ എന്നിട്ട് കേരളത്തിലെ കോപ്പറേറ്റീവ് ജേണലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റർ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് കോപ്പറേറ്റീവ് അത്തരത്തിൽ പബ്ലിഷ് ചെയ്യുന്ന ജേണൽസിലൂടെ എന്ത് ചെയ്യുന്നു, പ്രചാരണം നടത്തുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ്സിന്റെ പണി. പബ്ലിസിറ്റി എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സിനെ എന്ത് ചെയ്യുക, ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുക, പബ്ലിസിറ്റി ഉണ്ടാക്കുക, അതിന് പ്രൊപ്പഗണ്ട, അതിന്റെ പ്രചാരണ നടപടികൾ കൈക്കൊള്ളുക, അതിനു വേണ്ടിയുള്ള മറ്റു പല പരിപാടികളും ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് ജേണൽ പബ്ലിഷ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ പബ്ലിക്കേഷൻ, ന്യൂസ്, വ്യൂസ്, റിവ്യൂസ്, റിപ്പോർട്ട്സ്, ഡിസ്കഷൻസ്, ഗവൺമെന്റ് ഓർഡേഴ്സ്, സർക്കുലേഴ്സ്, ഇങ്ങനത്തെ സക്സസ് സ്റ്റോറീസ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ജേണൽസ് ആണ് എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യാറ്. ഈ ജേണൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ. ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് കോപ്പറേറ്റീവ്സിന് എന്ത് ചെയ്യുന്നു, പ്രൊപ്പഗണ്ട നടത്തുന്നുണ്ട്. ആ പ്രൊപ്പഗണ്ടയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കോപ്പറേറ്റീവ് പ്രൊപ്പഗണ്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കോപ്പറേറ്റീവ്സിന് എന്ത് ചെയ്യുക, ആളുകൾക്കിടയിൽ അതിനെ കോപ്പറേറ്റീവ്സിനെ കുറിച്ചുള്ളൊരു മതിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ്സ് പ്രൊപ്പഗണ്ട എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോപ്പറേറ്റീവ് പ്രൊപ്പഗണ്ടക്ക് നേതൃത്വം കൊടുക്കുന്നത് കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമാണ്. കോപ്പറേറ്റീവ്സിന്റെ പ്രൊപ്പഗണ്ട പബ്ലിസിറ്റി ഏറ്റെടുത്ത് നടത്തുന്നത്, അതുപോലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും നടത്തുന്നത് നമ്മൾ ആരാ പറഞ്ഞിട്ടുണ്ട്, കോപ്പറേറ്റീവ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയും പിന്നെ കേരളത്തിലാണെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. ഈ കോപ്പറേറ്റീവ് യൂണിയന് ആണ് പബ്ലിസിറ്റിയും അതിന്റെ പ്രൊപ്പഗണ്ടയും ചെയ്യുന്നത്. ഞാൻ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടാണ് നമുക്ക് പരിചയപ്പെടാം ഒരു കോപ്പറേറ്റീവ് ഫ്ലാഗ് ഉണ്ട്. കോപ്പറേറ്റീവിന്റെ പ്രചാരണം എന്നുള്ള നിലക്കാണ് കോപ്പറേറ്റീവ്സിന് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഫ്ലാഗിന് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം. കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ പ്രത്യേകതകൾ: ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സിംബൽ ഓർ ടു ഡെക്കറേറ്റ്, ഡിസ്പ്ലേ, പ്രൊപ്പഗണ്ട. ഇത് കോപ്പറേറ്റീവ്സിന്റെ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സിംബലായിട്ട്, എംബ്ലമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇപ്പോൾ റൈറ്റ്ലി ചൂസൺ ദി റെയിൻബോ ഫ്ലാഗ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് റെയിൻബോ ഫ്ലാഗ് ആണ് എന്ത് ചെയ്തത്, കോപ്പറേറ്റീവിന്റെ ഫ്ലാഗ് ആയിട്ട് എന്ത് ചെയ്തത്, ചൂസ് ചെയ്തിട്ടുള്ളത്, തെരഞ്ഞെടുത്തിട്ടുള്ളത്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്തുകൊണ്ടാണ് ഈ ഫ്ലാഗ് ചൂസ് ചെയ്യാൻ കാരണമെന്നും ഒക്കെ നമുക്ക് പറയാം. It was instituted in 1923, first International Cooperative Day celebration. ആദ്യത്തെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷനിലാണ് എന്ത്, ഫസ്റ്റ് ഇന്റർനാഷണൽ ഡേ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷനിൽ വെച്ചാണ് ഈ ഇത് 1923 റെയിൻബോ ഫ്ലാഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഏറ്റവും ആദ്യമായിട്ട്. അതിനു മുമ്പ് കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്നുള്ള ഒരു ചർച്ച വന്നത് 1896 ബെർണാഡോട്ട് എന്നുള്ള ആളാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്നുള്ള ഐഡിയ വെച്ച് മുന്നോട്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ചാൾസ് ഫോറിയർ എന്ന് പറഞ്ഞ ആളും ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഓഫ് ഫ്രാൻസ് ഒരു കോപ്പറേറ്റീവ്സിന്റെ ഒരു ഫ്ലാഗ് യൂസ് ചെയ്തിട്ടുണ്ടായി. ഫ്ലാഗ് കോപ്പറേറ്റീവ്സ്
thought of discussion by many cooperators even before 1923, but it was ചാൾസ് ഗൈഡ് എന്ന ആളാണ് ഇന്ന് കാണുന്ന ഫ്ലാഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് കാണുന്ന ഫ്ലാഗ്, അതായത് ഫ്ലാഗ് ഇസ് മേഡ് അപ്പ് ഓഫ് കളേഴ്സ് ഓഫ് റെയിൻബോ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. അതായത് വെബ്ജിയോർ എന്നുള്ള ഓർമ്മിച്ചാൽ മതി. ആ 7 വർണ്ണങ്ങളുള്ള സത്വർണ്ണങ്ങളുള്ള മഴവില്ലിന്റെ കളറിലുള്ള ഫ്ലാഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചാൾസ് ഗൈഡ് എന്ന ആളാണ്. ദ ഫ്ലാഗ് ഫോർ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്, വിച്ച് റിഫ്ലക്ട്സ് വേൾഡ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഇത് കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫ്ലാഗ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫ്ലാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. വയലറ്റ് എന്ന് പറയുന്നത് ഫെൽറ്റ് നീഡ്, ഇൻഡിഗോ എന്ന് പറയുന്ന ഹാർമണി, ബ്ലൂ മീൻസ് ജസ്റ്റിസ്, ഗ്രീൻ മീൻസ് യൂത്ത് അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി, യെല്ലോ മീൻസ് ക്വാളിറ്റി ആൻഡ് ഹാപ്പിനെസ്, ഓറഞ്ച് മീൻസ് കറേജ്, റെഡ് മീൻസ് ഡൈനാമിക് ആൻഡ് ഫണ്ടമെന്റൽ ചേഞ്ച് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഓരോ നിറത്തിനും എന്തുണ്ട്, അതിന്റെ മീനിങ് ഉണ്ട്. വയലറ്റ് ഫെൽറ്റ് നീഡ്, ഇൻഡിഗോ ആണെങ്കിൽ ഹാർമണി, വയലറ്റ് എന്ന് പറയുന്നത് ഫെൽറ്റ് നീഡാണ്, ഇൻഡിഗോ എന്ന് പറയുന്നത് ഹാർമണി, അതായത് ഐക്യം എന്നുള്ളതാണ്, ബ്ലൂ എന്നുള്ളത് ജസ്റ്റിസ് എന്ന് ഉദ്ദേശിക്കുന്ന, ഗ്രീൻ എന്നുള്ളത് യുവത്വം അല്ലെങ്കിൽ ഗ്രോത്ത്, വളർച്ച, പ്രോസ്പെരിറ്റി, യെല്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി ആൻഡ് ഹാപ്പിനെസ് എന്നുള്ളതാണ്, ഗുണമേന്മയും അതോടൊപ്പം തന്നെ ഹാപ്പിനെസ്, സന്തുഷ്ടിയും. ഓറഞ്ച് ഉദ്ദേശിക്കുന്നത് ധൈര്യം, കറേജ് എന്നുള്ളതാണ്. റെഡ് ഉദ്ദേശിക്കുന്നത് ഡൈനാമിക് ആൻഡ് ഫണ്ടമെന്റൽ ചേഞ്ച്, ഡൈനാമിക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ആത്യന്തികമായിട്ട് മാറ്റം എന്നുള്ള അർത്ഥമാണ് എന്ത് റെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടാണ് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ് ഇന്റർനാഷണൽ ആയിട്ടുള്ള കോപ്പറേറ്റീവ് വീക്ക് ആയിട്ട് നടത്തുന്നത്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് വീക്ക് എന്നുള്ളത് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഈസ് സെലിബ്രേറ്റ് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ എവറി ഇയർ, കോപ്പറേറ്റീവ് വീക്ക് ആയിട്ട്. This is done at request of the International Cooperative Alliance. International Cooperative Alliance ന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഫസ്റ്റ് സാറ്റർഡേ ജൂലൈ മുതലുള്ള ആ വീക്കിലാണ് എന്ത് ഫസ്റ്റ് കോപ്പറേറ്റീവ് വീക്കായി എന്ത് ചെയ്യാറ്, സെലിബ്രേറ്റ് ചെയ്യാറ്. ഇത് ഇറ്റ് ഹെൽപ്സ് ടു ഹാവ് ആൻ അപ്രൈസൽ ഓഫ് ആക്ടിവിറ്റീസ്. അതുവരെ കോപ്പറേറ്റീവ്സിന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് വിശകലനം നടത്താൻ, വിലയിരുത്താനുള്ള ഒരു അവസരമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് എൻ അസസ്മെന്റ് ഓഫ് അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങളെ കുറിച്ച് അസസ് ചെയ്യാനും, അതുപോലെ ഡ്രോബാക്സിനെ കുറിച്ച് എന്ത് ചെയ്യാൻ മനസ്സിലാക്കിയിട്ട് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൻ ചെയ്തിട്ടുള്ള ഡ്രോബാക്സിനെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ഈ കോപ്പറേറ്റീവ് വീക്ക് ആചരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കോപ്പറേറ്റീവ്സിന് കഴിയുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ കോപ്പറേറ്റീവ്സിന് ഈ കോപ്പറേറ്റീവ് വീക്ക് ആചരിക്കുന്നതുകൊണ്ട് കോപ്പറേറ്റീവ്സിന് എന്ത് ചെയ്യുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ദിവസം ആചരിക്കുന്നതോട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. കോപ്പറേറ്റീവ്സ് വീക്ക് ആയിട്ട് ആചരിക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം കോപ്പറേറ്റീവ്സിന് എന്ത് ചെയ്യാം, കോപ്പറേറ്റീവ്സ് അവരുടെ പ്രവർത്തനങ്ങളെ ഒരു വിശകലനത്തിന് വിധേയമാക്കാം. എന്നിട്ട് പബ്ലിസിറ്റിയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പബ്ലിസിറ്റിയും അതേപോലെ തന്നെ ഇൻഡ്യൂസ് ദി പബ്ലിക് ടു കം ഓവർ ടു കോപ്പറേറ്റീവ് ഫീൽഡ്. കോപ്പറേറ്റീവ് ഫീൽഡിലേക്ക് എന്ത് ചെയ്യുക, ആളുകളെ ആകർഷിക്കാനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാന്നുള്ളതൊക്കെയാണ് ഈ കോപ്പറേറ്റീവ് വീക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോപ്പറേറ്റീവ് വീക്ക് ഓൾസോ എയിം ടു ദി പബ്ലിസിറ്റി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആൻഡ് ഇൻഡ്യൂസ് ദ പബ്ലിക് ടു കം ഓവർ ടു ദി കോപ്പറേറ്റീവ് ഫീൽഡ്. കോപ്പറേറ്റീവ് ഫീൽഡിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ളതാണ്. എന്നാൽ മെജോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ വിൽ ഹാവ് എ റെയിനി സീസൺ ഇൻ ജൂലൈ. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലാണെങ്കിൽ റെയിനി സീസൺ ആണ് ജൂലൈ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കോപ്പറേറ്റീവ് ഡേ ഈസ് ബീയിങ് സെലിബ്രേറ്റഡ് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് നവംബർ എവരി
സാറ്റർഡേ ഫസ്റ്റ് സാറ്റർഡേ ആണ് ഇപ്പോൾ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് വീക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നത് ആചരിക്കാറ്. സബ്സിക്വന്റ്ലി പക്ഷേ എന്ത് ചെയ്തു, further we are having extensive area. India having large number of different types of cooperative society. India and different types of cooperative society. We are having extensive area, വലിയൊരു area ഉണ്ട്. So in the place of one day, NCUI decided to celebrate 1 week as cooperative week from the first Saturday. First Saturday മുതലുള്ള ഒരു cooperative week ആയിട്ട് ആചരിക്കാൻ ഒരു തീരുമാനം എന്ത് ചെയ്തു കൈക്കൊള്ളുകയുണ്ടായി. എന്നാൽ subsequently with the demise of our first Prime Minister Jawaharlal Nehruവിന്റെ ഒരു ഓർമ്മക്കായിക്കൊണ്ട് പിന്നീട് എന്താണ് ചെയ്തത്, ഈ കോപ്പറേറ്റീവ് വീക്ക് ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 14 മുതൽ അങ്ങോട്ടായി തീരുമാനിക്കുകയുണ്ടായി. അത് subsequently with the demise of the first Prime Minister Pandit Jawaharlal Nehru, who was exponent of cooperative, the cooperatives in general wanted to link his birthday with the cooperative movement. Thereupon, NUCI decided to celebrate Cooperative Week from November 14 every year. Each day will be earmarked to certain specified items like Workers' Day, Consumers' Day, etc. ഇത്രയാണ് പബ്ലിസിറ്റി ആൻഡ് പ്രൊപ്പഗണ്ടയായിട്ട് ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ്സ് മൂവ്മെന്റിൽ എന്ത് ചെയ്യുന്നത് പറയാനുള്ളത്. കോപ്പറേറ്റീവ്സിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ പ്രത്യേകത എന്തൊക്കെയെന്ന് പറഞ്ഞു. കോപ്പറേറ്റീവ് ഫ്ലാഗ് അത് സപ്തവർണ്ണങ്ങളിലാണ്, 7 വർണ്ണങ്ങളിലുള്ള മഴവില്ലിന്റെ രൂപത്തിലാണ്. അതിന്റെ മഴവില്ലിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. ദെൻ കോപ്പറേറ്റീവ് ഫ്ലാഗിലൂടെ പ്രൊപ്പഗണ്ട എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് അത് ഫ്ലാഗിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ദേശീയതയൊക്കെ പോലുള്ള ഒരു വികാരം കോപ്പറേറ്റീവ്സിനെ കൊണ്ടുണ്ടാക്കുക എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഈ റെയിൻബോ ഫ്ലാഗ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ഉദ്ദേശത്തോടാണ്. അത് 1923 ആണ് എന്ത് ചെയ്തത്, അംഗീകാരം കൊടുത്തത്. ഫ്ലാഗ് കൊണ്ടുവന്ന ആള്, ഡിസൈൻ ചെയ്ത ആള് എന്ന് പറയുന്നത് ചാൾസ് ഗീഡ് ആണ്. അയാള് ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആണ്, കോപ്പറേറ്റർ ആണ്. ഹൂ കെപ്റ്റ് ഐഡിയൽ ഡിസൈൻ ഫ്ലാഗ് ഓഫ് ദി ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, വേൾഡ് കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഫ്ലാഗ് അയാൾ ഉണ്ടാക്കിയത്. ദെൻ പബ്ലിസിറ്റി പ്രൊപ്പഗണ്ടക്ക് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് ഡേ ആചരിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് ഡേ ആയിട്ട് ആചരിക്കാറ് ലോകത്തെല്ലായിടത്തും ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ എവറി ഇയർ ആണ്. നമ്മൾ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് നവംബറിൽ ആചരിക്കാൻ തുടങ്ങി. പിന്നീട് അത് ഒരു വീക്കെൻഡ് ആചരിക്കുന്ന രീതിയിലേക്ക് മാറി. ഫസ്റ്റ് സാറ്റർഡേ എല്ലാ കോപ്പറേറ്റീവ് വീക്കായി ആചരിച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ അതിൽ മാറ്റം വരുത്തി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുയുടെ ഒരു ഓർമ്മക്കായി എന്ന് പറയാം, നമ്മൾ ഒരു കോപ്പറേറ്റീവ് വീക്ക് 14th മുതൽ അങ്ങോട്ട് ആചരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പിന്നീട് വന്നിട്ടുള്ള മാറ്റം. അപ്പോൾ ആദ്യം നമ്മൾ കോപ്പറേറ്റീവ് ഡേ എന്നുള്ളത് വേൾഡ് വൈഡ് ആചരിക്കുന്ന ജൂലൈ 7 ഫസ്റ്റ് സാറ്റർഡേ എന്ന് മനസ്സിലാക്കുക. ദെൻ പിന്നീട് കോപ്പറേറ്റീവ്സ് വീക്കായി നമ്മൾ അത് എന്ത് ചെയ്തു, നവംബർ ഫസ്റ്റ് സാറ്റർഡേ ആക്കി മാറ്റി അതിന് ഒരു വീക്ക് ആചരിക്കാൻ തുടങ്ങി. പിന്നീട് പിൽക്കാലത്ത് നമ്മൾ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മക്കായി കോപ്പറേറ്റീവ്സിന്റെ ഒരു വീക്ക് 14th നവംബർ മുതൽ അങ്ങോട്ട് ആയി നിശ്ചയിക്കുകയുണ്ടായി. ഇപ്പോൾ ആചരിച്ചു വരുന്നത് നവംബർ 14th മുതൽ അങ്ങോട്ടാണ്. നവംബർ 14 മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് കോപ്പറേറ്റീവ് വീക്ക് ഇന്ന് ഇപ്പോൾ ആചരിക്കുന്നത്. പ്രൊപ്പഗണ്ടയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇന്നത്തേക്ക് നമ്മൾ
പ്രൊപ്പഗണ്ട ആൻഡ് പബ്ലിക്കേഷൻ എന്നുള്ള ഭാഗമാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ കോർപ്പറേഷനിലെ ഏകദേശം ഭാഗങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ പഠിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ.